ഹായ് ഓൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പം നമ്മളിന്ന് പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ എയർപോർട്ടിൽ പോവാണ് കേട്ടോ. അതായത് ടൈം എന്ന് വെച്ചാൽ രാത്രി ഒരു 10:30 ആ ടൈം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മൾ വരുന്ന ആൾക്കാരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ നേരമായി ഏട്ടനും പിന്നെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അച്ചുവിനിങ്ങനെ ക്ഷമയില്ലാണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ എൻ്റെ അമ്മമാരാണ് വരുന്നത് കേട്ടോ. ദാശമ്മയും സുശീലമ്മയും കൂടിയിട്ടാണ് വരുന്നത്. 2 അമ്മമാരും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇനി അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണാം. പിന്നെ കുറേ നേരം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അമ്മമാർ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ. അതേ പിള്ളേർക്ക് വണ്ടി ടോയ്സൊക്കെ ചേട്ടനും ടോയ്സ് കൊടുത്തിട്ടുണ്ടായി. പിന്നെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ. ഇങ്ങനെ ഇൻഡോർ വെക്കാൻ കരുതിയിട്ടുള്ള കുറേ ചെടികൾ. അപ്പോൾ നമ്മൾ അഗ്ലോണിമ, പിന്നെ ഈ ലക്കി ബമ്പുൻ്റെ പോലെ തന്നെ 2 ഷെയ്ഡുള്ളത്, പിന്നെ ഇതിനെന്താ പറയുക സ്നേക്ക് പ്ലാന്റിൻ്റെ ചെറുത്, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ കായ വറുത്തത്. എനിക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ 4 പേരി പറയില്ലേ, ഞങ്ങളുടെയൊക്കെ 4 പേരി എന്ന് പറയും. അത് വറുക്കണതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവർക്കുള്ള ഉപ്പേരിയുണ്ട്. പിന്നെ പുളി, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഇത് കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക ചക്കക്കുരു, ഇതാണ് ചക്കക്കുരു കേട്ടോ. നല്ല ഫ്രഷ് ചക്കക്കുരു കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പം അത്യാവശ്യം നല്ല ചക്കക്കുരു ആയിരുന്നു കേട്ടോ. 2-3 ദിവസം വെച്ചതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഉണക്കമാങ്ങ അച്ചാറിട്ടതുണ്ടായി. ഇതിനകത്ത് ഫുള്ള് ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ പിന്നീട് ഇടാം. പിന്നെ ഞാൻ അങ്ങനെ ഒരു ഡ്രോവർ ഓർഡർ ചെയ്തിട്ടുണ്ടായി ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വീട്ടിലിടാനുള്ള ചെരുപ്പുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ചേച്ചിയും ചേട്ടനും കിച്ചുനും തച്ചുനും ഒക്കെ ടോയ്സൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞ് ജീരക മിഠായി ഉണ്ടല്ലോ, നമ്മൾ സൈക്കിൾ മിഠായി എന്നൊക്കെ പറയില്ലേ, ആ സൈക്കിൾ മിഠായി, അങ്ങനെ കുട മിഠായി, അങ്ങനെ കുറേ മിഠായികളൊക്കെ അവന് ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി മാമനും കൂടെ മേടിച്ച് കൊടുത്തു വിട്ടതാണ് കേട്ടോ അവർക്ക്. അപ്പോൾ അങ്ങനെ കുറേ ഷേപ്പുകളുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ. പമ്പരം, പിന്നെ ബൈക്ക്, സൈക്കിള്, കുട, അങ്ങനെ കുഞ്ഞു ജീരക മിഠായി ഉണ്ടാവില്ല, ആ ടയറൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത്, അത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുണ്ടായി. ഇത് ഉണക്കമീനാണ്, ഉണക്കമാന്തൽ. പിന്നെ ഇതെന്താ പറയുക, ആത്തച്ചക്ക എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് കേട്ടോ, ആത്തക്കായ. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് കിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായി. എനിക്ക് ഈ പൊടിച്ചായല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായി. പിന്നെ എണ്ണ കാച്ചി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ തലയിൽ തേക്കാനായിട്ട്. എൻ്റെ അമ്മ എണ്ണ കാച്ചി തരാറുണ്ട് തലയിൽ തേക്കാൻ, അതുണ്ട്. പിന്നെ നമ്മുടെ പൊടികൾ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ മില്ലിൽ നിന്ന് വാങ്ങുവേ. അപ്പോൾ നമ്മളതിനെ ഉപയോഗിക്കാറ്. നാട്ടിൽ പോയി വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരും, അതന്നെ ഉപയോഗിക്കാറ്. ഗരം മസാലയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല മസാലകളാണ് കേട്ടോ, ഒരുപാട് കുത്തൊന്നും ഇല്ലാത്തത്. പിന്നെ നമ്മുടെ സ്നാക്സ്, മിച്ചറ്, കപ്പ വറുത്തത്. അപ്പം ഇത് ഏട്ടൻ്റെ ഫേവറേറ്റാണ് എരിവുള്ള മിച്ചറ്. പിന്നെ ദച്ചുവിൻ്റെ ഫേവറേറ്റാണ് എരിവില്ലാത്ത മിച്ചറ്. പിന്നെ കിച്ചുവിന് കപ്പ വറുത്തത്. അങ്ങനെ ഓരോരുത്തരുടെ സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബോക്സിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ബോക്സൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറക്കി അടക്കി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഈ ഡ്രോവർ ഫിക്സ് ചെയ്യാനായിട്ടോ. അപ്പം ഏട്ടനും ദച്ചും കൂടിയിട്ടാണ് അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് ബുക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. ഇവിടെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു 700-800 ആ ഒരു റേറ്റിൽ നാട്ടിൽ കിട്ടുമല്ലോ, അങ്ങനെ ഓർഡർ ചെയ്തതാട്ടോ. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ സൈസ് നോക്കിയതിൽ ഇച്ചിരി മിസ്റ്റേക്ക് വന്നു. സൈസ് അവർ ഔട്ടർ സൈസാണ് അവർ പറഞ്ഞിരുന്നത്. ആ ഒരു സൈസ് ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ബുക്കൊക്കെ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ട്രേയുടെ സൈസ് കുറവായിരുന്നു. അപ്പോൾ 2 പേരും കൂടിയിട്ട് അതൊക്കെ ഫിക്സ് ചെയ്തു കേട്ടോ. ദച്ചുവിന് ഫിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ദച്ചു അതൊക്കെ ഫിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്, പറ്റുന്ന രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മളതൊക്കെ ഫിക്സ് ചെയ്തു. പിന്നെ എല്ലാവരും കൂടെ അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തു. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമ്മുടെ ഉദ്ദേശ യൂസ് നടക്കില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി പിന്നെ ഒതുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.